എന്തു മറുപടിയാണ്! ഈ സംസ്ഥാനത്തെ 3 കോടി ജനങ്ങളെ മുഴുവൻ ഇവർ വിഡ്ഢികളാക്കിയ. വിഡ്ഢികളാക്കുന്നു എന്ന ബോധം പോലും നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇവനെ വിഡ്ഢികളായേ പറ്റൂ. ഇതല്ലേ സംഭവിക്കുന്നത്? ഇത് എന്താണ് ഇതിന്റെ കാര്യം എന്ന് ആലോചിച്ചാൽ വളരെ വ്യക്തമാണ്. ഇവർ ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഒരു തരത്തിലുള്ള മൂല്യങ്ങളിലും ഇവർ വിശ്വസിക്കുന്നില്ല. ഉണ്ടെന്ന് അവർ പറയാ. അതുപോലെ നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടി വരുമ്പോ അവര് ഈ മൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയും. അത് ശരിയാ. എനിക്ക് സംഭവം ഓർമ്മയാവുന്നത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയില്ല ഒരു കാരണവശാലും, വളരെ ബഹുമാനനായ നമ്മുടെ സമൂഹത്തിൽ സാമാന്യ മൂല്യബോധമുള്ള ആൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാള് അദ്ദേഹം ഇതിലൊന്ന് വിശ്വസിക്കാതിരുന്ന ഒരു കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി ആ പരിപാടിയെ പ്രസംഗിച്ച ആളുണ്ട്. രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അദ്ദേഹമാണ് എന്നോട് ഈ കാര്യം പിന്നീട് പറഞ്ഞത്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പറയണ്ടായി. എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, തിരിച്ചു വരുമ്പോ പറഞ്ഞു, താങ്കൾ നല്ലൊരു ഗംഭീര പ്രസംഗമാണല്ലോ ചെയ്തു കളഞ്ഞത്. അദ്ദേഹത്തിന് മറുപടി, ഈ ജനങ്ങൾ അത് വിശ്വസിച്ച് കളയുമോ എന്നായിരിക്കില്ല വേജാറെന്നാണ്. ഇങ്ങനെയുള്ള നമ്പർ 1 മുനാഫിക്കുകളെ എഴുന്നള്ളിച്ച് ഇവിടെ എന്ത് വിപ്ലവം ഉണ്ടാക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് ആലോചിക്കണം. ഒരു തരത്തിലുള്ള മൂല്യങ്ങളും വിശ്വസിക്കുന്നു. എല്ലാ സദാചാരങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ശ്മശാനത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു ഇടപെടൽ. ഇത് ശരിയല്ല. ജനങ്ങളിൽ നിന്ന് നികുതിപ്പണമായിട്ടും അതുപോലെ മറ്റു മാർഗങ്ങളിലൂടെയും സമാഹരിക്കുന്ന ഈ പണം ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന 37% ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ. കേരളത്തിലും എല്ലാ കണക്കനുസരിച്ചും 27% BPL-കാരാണ്. ഇവർക്കൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട കാശാണിത്. ഇവർക്ക് തുണി ഉടുക്കേണ്ട കാശാണിത്. ഇവർക്ക് അന്തി ഉറങ്ങാൻ ഒരു ഷെൽട്ടർ ഉണ്ടാക്കേണ്ട പണമാണിത്. ഇവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ ഉതകേണ്ട കാശാണിത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അതിപ്പോ വിഷയമേ അല്ല എന്നുള്ളതാണ്. അതൊന്നും ഇപ്പൊ പറയുന്ന ആരാ? അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെ പാർട്ടി പോലും ഇപ്പൊ അതൊന്നും വിഷയമല്ല. സഹോദരങ്ങളെ, അപ്പൊ നല്ല അഭിപ്രായമല്ലോ. അപ്പൊ നല്ല അഭിപ്രായം 1.5 മാസം മുമ്പ് പറഞ്ഞതാ. കള്ളന്മാര്, കൊള്ളക്കാര് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയല്ലോ. എന്നിട്ട് ഒരു ഉദാഹരണം, ഒരു പ്രാസംഗികന്റെ ഉദാഹരണം ജമാഅത്തുകാർക്ക് ഫിറ്റാതെ. എന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കുന്നൊരു പേടി ജമാഅത്തുകാർക്കുണ്ട്. അല്ലേ? പരിസ്ഥിതി പ്രശ്നത്തിനെതിരെ ജമാഅത്തുകാർ വളരെ പ്രക്ഷോഭം, സമരം, പാടം നികത്താൻ പാടില്ലെന്ന് സമരം. ഇങ്ങനെ ജമാഅത്തുകാർക്ക് വേണ്ടി സെക്യൂരിറ്റി നിൽക്കാൻ പോയ പോലീസുകാരെ, ഈ സമരത്തിന് സെക്യൂരിറ്റി എടുക്കാൻ പോയ പോലീസുകാർ തിരിച്ചു വരുമ്പോ കുറെ ആൾക്കാർ ഇത് പാടം നികത്തുക, പിടിച്ചിട്ട് 2 വീഡിയോ ആരുടെ ഞങ്ങൾ സോൾഡാറ്റിയുടെ പ്രവർത്തകരാണ്, ഞങ്ങൾ സോൾഡാറ്റിയുടെ പ്രവർത്തകരാണ്. അപ്പൊ ജനം വിശ്വസിച്ചു പോവോന്നൊരു പേടി. അപ്പൊ ആ ഒരു ഉദാഹരണം വളരെ വ്യക്തമാണ്. ഇനി LDF എന്ന് പറയുന്ന സംഘടന അത് സാമ്രാജ്യത്വ വിരുദ്ധമാണ്, ബുഷിനോട് ഗോ ബാക്ക് പറഞ്ഞു എന്നതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് ഇതാ വളരെ വ്യക്തമായി പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് അമീർ പറഞ്ഞു കേട്ടല്ലോ. എന്നാൽ ആ LDF, CPI, CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ ഓശാനപാടികളാണ് എന്ന് 1.5 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ 1.5 മാസം മുമ്പ് ഈ സോളിഡാരിറ്റിയുടെ സമുന്നതനായ നേതാവായ ഹമീദ് വാണിയമ്പലം പറഞ്ഞത്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് സോളിഡാരിറ്റി നിലവിലുള്ള ഭ്രാന്തമായ പദ്ധതികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥ സോളിഡാരിറ്റി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല ഇപ്പോഴുള്ള ഭ്രാന്തമായ വികസന പദ്ധതികളിൽ നിന്ന് മാറ്റം വരുന്ന കേരളത്തിന്റെ അജണ്ടകളിൽ ഒരു പുരോഗതി ഭരണമാറ്റത്തിലൂടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ മാത്രം വിവരദോഷികളല്ല ഞങ്ങൾ. തീർച്ചയായിട്ടും LDF-ന്റെ നിലപാടുകൾ ഇവിടെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UDF-ൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ ഇന്നേ വരെ LDF-ന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്ങോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്ന് പിണറായിസത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേർക്കുനേരെ CPM-ലൂടെ നമ്മൾ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സാമ്രാജ്യത്വത്തിനെതിരാണത്രേ, മുതലാളിത്തത്തിനെതിരാണത്രേ. സോളിഡാരിറ്റി രംഗത്ത് വന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇറാഖിലും അഫ്ഗാനിലും ഒക്കെ ബോംബ് വീണപ്പോ, മിസൈൽ പോയി വീണപ്പോഴല്ലേ നിങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു തലം തന്നെ ഉണ്ടാകുന്നത്, വീക്ഷണം ഉണ്ടാകുന്നത്? നിങ്ങളുടെ ആദർശത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ ഉള്ളടക്കമില്ലല്ലോ എന്ന് പറഞ്ഞവർ ആക്ഷേപം ഉയർത്തുകയുണ്ടായി. നമുക്കവരോട് പറയാനുള്ളത്, സാമ്രാജ്യത്വത്തിനെതിരെ നിൽക്കുവാനുള്ള ഈ ഉള്ളടക്കം നിങ്ങളുടെ കൈവശമാണോ ഉള്ളത്? ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ ഉള്ളടക്കത്തിലാണോ ഉള്ളത് എന്ന്
ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. അത്തരം ഒരു സംവാദം വളരെ ഫലപ്രദമായി നടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. അത്തരം ഒരു സംവാദത്തിന് സോളിഡാരിറ്റിയും അതിന്റെ മാതൃപ്രസ്ഥാനവും തയ്യാറാണ്. അതേ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുതലാളിത്തത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ അമ്യൂസ്മെന്റ് പാർക്കുകൾക്കും വാട്ടർ തീം പാർക്കുകൾക്കും കമ്മ്യൂണിസത്തിൽ വല്ല തത്വവുമുണ്ടോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ADB വായ്പക്കെതിരെ ശക്തമായ അക്രമാസക്തമായ സമരം നടത്തിയവർ ADB വായ്പ ഏറ്റുവാങ്ങിയതിനു ശേഷം 5 കോർപ്പറേഷൻ കൈ കിട്ടിയപ്പോ 5 കോർപ്പറേഷനിലൂടെയും ഇത് ഏറ്റുവാങ്ങിയതിനു ശേഷം അത് ആ ഏറ്റുവാങ്ങിയതിനെ ന്യായീകരിക്കുവാൻ പുതിയ തത്വങ്ങളെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്ലാച്ചുമടയിൽ സോളിഡാരിറ്റിയുടെ കൂടെ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് പശ്ചിമ ബംഗാളിലെത്തുമ്പോ 5 കൊക്കക്കോള കമ്പനികൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പുഴയിൽ സോളിഡാരിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ വികസന കോൺഗ്രസ് തന്നെ സ്പോൺസർ ചെയ്തത് കരിമണൽ ഖനന കമ്പനിയാണെന്ന് പറയുമ്പോ എങ്ങോട്ടാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവസാനം പെൺവാണിഭ കേസ് കേരളത്തിൽ ഇരു മുന്നണികളും കൂടി എങ്ങനെയാണ് ഒതുക്കി തീർത്തത്, അതേപോലെ തന്നെ ഇവിടെ ലൗലിൻ ഇതാ ഒതുക്കി തീർക്കുവാൻ പോവുകയാണ്. 374 കോടി രൂപ നമ്മുടെ കേരളത്തിന് നഷ്ടം വന്നപ്പോ പരസ്പരം നിങ്ങൾ കുറ്റ്യാടി പദ്ധതിയിലൂടെ നിങ്ങളും നഷ്ടം വരുത്തിയിട്ടുണ്ട്, ഞങ്ങളത് 374 നഷ്ടപ്പെടുത്തി, നിങ്ങളും അതിന്റെ തൊട്ടടുത്ത് നഷ്ടപ്പെടുത്തി, നമുക്കൊരു ധാരണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, വേണമെങ്കിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമെന്ന പരസ്പര ധാരണയിലേക്ക് പെൺവാണിഭ കേസ് എങ്ങനെ പോയോ അതേപോലെ തന്നെ ലൗലിനും ഇതാ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് സൂചിപ്പിക്കുന്നത് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളെ വളരെ കാര്യക്ഷമമായി നിരൂപിക്കുവാനും അവരെ വിശകലനം ചെയ്യുവാനും അവരുടെ ഈ കാപഢ്യവും അവരുടെ ഈ തട്ടിപ്പുകളും കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി ദല്ലാൽ പണി നടത്തുന്നതും തിരിച്ചറിയുക എന്ന രാഷ്ട്രീയ ബോധം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. കാലഘട്ടത്തിന്റെ യുവതയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യം. സഹോദരങ്ങളെ, ഇത് ജനങ്ങൾ വിശ്വസിച്ച് കളയുമോ? ഈ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിച്ച്